നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സാഹചര്യം മഴക്കെടുതിയെക്കുറിച്ച് നാം ആശങ്കയിലാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും മരണപ്പെട്ടു പോയി, പലരും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും തകർന്ന് വെള്ളത്തിൽ ഒലിച്ചുപോയി. ലക്ഷങ്ങളുടെ ബാധ്യതകളിലേക്ക് ജനങ്ങൾ വീണുകൊണ്ട് താൻ സമ്പാദിച്ചതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഏതോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് പോയി എല്ലാം കളഞ്ഞിട്ട് പോയി കിടക്കുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി അതിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്താദ്യമായിട്ട് ഭൂമിയിലേക്ക് മഴ ആദ്യമായി വർഷിച്ചത് ഒരു മുഹറം മാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്താദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു യൗമൻ നുസില ഫീഹിൽ മത്റു മിനസ് സമാഅ യൗമ ആശൂറാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം 10-നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ മുഹറം മാസത്തിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം വാർത്താ ചാനലുകൾക്ക്, മൊബൈലാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഏതെടുത്തു നോക്കിയാലും ഉരുൾപൊട്ടലിന്റെയും സൂക്ഷ്മതയും റെഡ് അലർട്ടും ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഡാമുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയതും ആശൂറാഇന്റെ ദിവസമാണ്. മഴ വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. അത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് മഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പല കാര്യങ്ങളും, വെള്ളമില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്റെ ജീവിതത്തിൽ അത് വളരെ പ്രയാസകരമായ കാര്യമാകും. അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ പ്രയാസമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുദ്ധജലം ലഭ്യമാകുന്നില്ലെങ്കിൽ, മനുഷ്യന് കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അപ്പൊ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. വിശുദ്ധ ഖുർആൻ മഴയെ കാരുണ്യമായിട്ടും ഭൂമിയുടെ ജീവനായിട്ടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർക്കത്തായിട്ടൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മഴയെ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്.